അപ്പോൾ ഫ്രണ്ട്സ് രാവിലെ 8:30 മണിയായി. പെട്ടെന്ന് നിങ്ങൾക്കൊരു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് IRCTCൻ്റെ ആപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് നമുക്ക് തത്കാലിൽ ബുക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നതും തത്കാലിൽ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയൊരു ട്രിക്കും കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് തത്കാൽ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് 10 മണിക്ക് AC-ൻ്റെതും 11 മണിക്ക് നോൺ AC-ൻ്റെതാണ് വരുന്നത്. അപ്പോൾ 10 മണിക്ക് നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത്രയും സീറ്റുകളും ഉണ്ടാവും, ഒരുപാടൊന്നും സീറ്റുകൾ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കിട്ടണം എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു ട്രിക്കും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സമയം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. രാവിലെ 8:30 ആയിട്ടേ ഉള്ളൂ. നമുക്ക് 10 മണിക്കാണ് തത്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് AC-ൻ്റെത്. അപ്പോൾ ഇനി ഞാൻ ലൈവായിട്ട് നിങ്ങൾക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ താഴെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണിക്കുക. അപ്പോൾ അതിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈ മാസ്റ്റേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിവിടെ 2 പേര് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ആൾക്കാരുണ്ട്, പിന്നെ അവരുടെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള ചോദിക്കുന്ന ഒരു പേജ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റിലൂടെ നമുക്ക് പാസഞ്ചേഴ്സിനെ ഓൾറെഡി നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 ആളെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ആഡ് പാസഞ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പാസഞ്ചറിനെ നിങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 8:31 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ട്രെയിനും കൂടി നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ കുറ്റിപ്പുറം മുതൽ കണ്ണൂർ വരെയുള്ള ആണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോട്ട എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ജനറൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കോട്ട എന്നുള്ള സംഭവം നമ്മൾ മാറ്റിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മാറ്റിയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും മൂന്നാമത്തെ ഓപ്ഷനായ തത്കാൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ആ തത്കാൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ തത്കാൽ സെലക്ട് ആയി. അപ്പോൾ അതാണ് നമ്മൾ തത്കാലം ചെയ്യേണ്ട ഫസ്റ്റത്തെ നമ്മൾ സംഭവം. പിന്നെ നമ്മൾ ഡേറ്റ് എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ട്രെയിൻ നമ്മൾ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ 3-ാം തീയതിയുള്ള ട്രെയിനാണ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരശുരാമ എക്സ്പ്രസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവൈലബിലിറ്റി നോക്കുന്ന സമയത്ത് സെക്കൻഡ് സീറ്റിംഗ് വരുന്നത് 99 സീറ്റുകളും പിന്നെ ചെയർക്കാർ വരുന്നത് 44 സീറ്റുകൾ. ഇത്രയും സീറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ആൾക്കാർ പെട്ടെന്ന് തന്നെ ബുക്കാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പാസഞ്ചേഴ്സിന് ഓൾറെഡി മാസ്റ്റേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 8:32 ആയിട്ടുള്ളൂ. നമുക്ക് 10 മണിയാവുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യുന്നുണ്ട്. 10 മണീൻ്റെ മുന്നേ നിങ്ങൾ ലോഗിൻ ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് അവർ എല്ലാം ഒന്ന് നമ്മളെ ലോഗൗട്ട് ആയിപ്പിക്കും. ആരെല്ലാം ഇപ്പോൾ ലോഗ്ഡ് ഇൻ ഉണ്ട് 10 മണിക്ക് ഓട്ടോമാറ്റിക്കലി ലോഗൗട്ട് ആവും. അപ്പോൾ നമുക്കൊന്നും കൂടി നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരും. അതിലും നല്ല നമുക്ക് കൃത്യം ഒരു 10 മണിക്ക് നമ്മൾ നോക്കി നിന്നിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് വെക്കുന്നതായിട്ടും നല്ലത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ കോട്ട മാറ്റിയിട്ട് തത്കാലാക്കി. അതേപോലെ നമ്മളെ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ട്രെയിൻ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആപ്ലിക്കേഷൻ ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ബാക്കൊന്നും അടിക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്കത് ലോഡായി വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് സെർവർ ഡൗൺ ആവുന്ന ഇഷ്യൂ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പരശുരാമ എക്സ്പ്രസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ചെയർക്കാറിൽ നമുക്കിപ്പം കാണാൻ പറ്റും. 44 സീറ്റ് അവൈലബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്ത് പാസഞ്ചർ ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഓൾറെഡി നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്കിപ്പോൾ മാസ്റ്റേഴ്സ് ലിസ്റ്റ് നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ട്രിക്ക്. അതായത് ടൈം നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു വലിയൊരു ട്രിക്കാണിത്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ താര വേണമെങ്കിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയും വേണ്ടി ജസ്റ്റ്. അതായത് പുതിയത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന സമയം കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം തന്നെ സെർവർ ഇഷ്യൂ എല്ലാം കൊണ്ട് നമുക്കിപ്പോൾ 10:02. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ഒരു ടൈം നമുക്ക് നല്ല രീതിയിൽ ഒരു 2 മിനിറ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആരെല്ലാം വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക.
അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പേയ്മെൻറ്റ് ചെയ്യേ വേണ്ടു. ഇനിയിപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് ലിങ്ക് ഇപ്പോൾ നമുക്ക് പോപ്പപ്പ് ആയിട്ട് വരും. അപ്പം കാണാൻ നിങ്ങൾക്ക് മുകളിൽ വന്നു കഴിഞ്ഞ് അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 10:03 ആയിട്ടുള്ള ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ടിക്കറ്റ് ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് കൺഫേം ആയി. ടിക്കറ്റ് നമ്മൾ കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ നമ്മൾ തത്കാലം ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് 11 മണിക്ക് നോൺ AC നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.